ശ്രീ ആൻ്റണി രാജു, നമ്മുടെ മുൻ മന്ത്രിയായിട്ടിരുന്ന, ഇപ്പോൾ അദ്ദേഹം മന്ത്രിയല്ല, MLA മാത്രമാണ്, ആൻ്റണി രാജുവിൻ്റെ അണ്ടർവെയർ പ്രശ്നമാണ് പൊങ്ങി വന്നേക്കുന്നത്. അതായത് ഈ ഏതോ ഒരു വിദേശ പൗരൻ, ഞാൻ അതിൻ്റെ ഫാക്ട്സ് പണ്ട് മനസ്സിലാക്കിയപ്പോൾ ഉള്ളതാണ്, അയാൾ മയക്കുമരുന്ന് കൊണ്ടുവന്നു എന്നുള്ളത് പിടിച്ചു. അയാൾ അണ്ടർവെയറിലാണ് അത് കീപ്പ് ചെയ്തിരുന്നത്, പിടിച്ചു വെച്ചു. അപ്പോൾ ഈ അണ്ടർവെയർ അന്ന് ശ്രീ ആൻ്റണി രാജു അഭിഭാഷകനാണ്, എനിക്ക് തോന്നുന്നത് ശ്രീമതി സെലീൻ വിൽഫ്രഡ്, അവരിപ്പോൾ ഇല്ല, വലിയൊരു ലോയറാണ്, ക്രിമിനൽ ലോയറായിരുന്നു. അവർ ഒരുപാട് വർഷങ്ങൾ പ്രോസിക്യൂട്ടറായിട്ടിരുന്നിട്ടുണ്ട്. എൻ്റെ മുമ്പിലൊക്കെ ഒരുപാട് കേസുകൾ നടത്തിയിട്ടുണ്ട്. അവർ പ്രോസിക്യൂഷന് വേണ്ടിയും വന്നിട്ടുണ്ട്, ഒരുപാട് പ്രതികൾക്കും വേണ്ടി ശ്രീമതി സെലിൻ വിൽഫ്രഡ് ആർഗ്യൂ ചെയ്തിട്ടുണ്ട്, കേസ് നടത്തിയിട്ടുണ്ട്, വിസ്തരിച്ചിട്ടുണ്ട്. വളരെ പ്രമുഖയായ ഒരു അഭിഭാഷകൻ തന്നെയായിരുന്നു തിരുവനന്തപുരത്ത് ബാറിൽ. അപ്പോൾ അവരുടെ ജൂനിയറായിരുന്നു ശ്രീ ആൻ്റണി രാജു എന്നാണ് ഞാൻ പറഞ്ഞു കേൾക്കുന്നത്. എനിക്ക് അതിനെക്കുറിച്ച് നേരിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ, ചിലപ്പോൾ ആരെന്നായിരിക്കും. ഏതായാലും ഈ ഒരു ആരോപണം വന്നത് സമയത്ത് ഈ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറെ വിസ്തരിക്കാൻ നേരത്ത് ഈ പറയുന്ന അണ്ടർവെയർ തൊണ്ടി മുതലാണല്ലോ, അത് കോടതിയിൽ എടുത്ത് കാണിച്ചു നോക്കിയപ്പോൾ എന്താണെന്നറിയുക, ഈ ഒരു കുഞ്ഞുങ്ങൾ ഉപയോഗിക്കുന്ന ഒരു അണ്ടർവെയറാണ്. അത് ഈ വലിയ വലിപ്പമുള്ള, ശാരീരിക വലിപ്പമുള്ള പ്രതിക്ക് ഒരിക്കലും ഇടാൻ ഒക്കത്തില്ല, അയാളുടെ ഒരു കാല് പോലും ഒതുക്കി കയറത്തില്ല, ആ രീതിയിലുള്ള ഒരു അണ്ടർവെയറാണ്. അപ്പോൾ ഇത് കള്ളക്കേസാണ് എന്ന് സ്ഥാപിച്ച് അയാൾ രക്ഷപ്പെടുത്തി. കാരണം ഈ അണ്ടർവെയറിനകത്താണ് ഇത് കീപ്പ് ചെയ്തിരുന്നത്. അപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ മുഴുവൻ കള്ളമാണ്, ഈ ഒഫൻസ് നിൽക്കത്തില്ല എന്നുള്ള രീതിയിൽ അയാൾ ഊരിപ്പോയി. പക്ഷേ അതിനകത്തൊരു അലിഗേഷൻ വന്നത് അവിടുത്തെ തൊണ്ടി ക്ലാർക്കിനെ സ്വാധീനിച്ച് ശ്രീ ആൻ്റണി രാജുവാണ് ഇത് മാറ്റിയത് എന്ന് ഒരു അലിഗേഷൻ വന്നു. അതിൻ്റെ കേസ് ആണ് ഈ പറയുന്നത്. അപ്പോൾ ഏതായാലും ഇപ്പോൾ സുപ്രീം കോടതി തീരുമാനിച്ചു അദ്ദേഹം വിചാരണ നേരിട്ടെ. കാരണം ഇതിന് എന്ത് എവിഡൻസാണ് കിട്ടുന്നതെന്നുള്ളതും എനിക്കറിയില്ല, എങ്ങനെ എവിഡൻസ് അതിന് കളക്ട് ചെയ്തു എന്നുള്ളതും എനിക്കറിഞ്ഞുകൂടാ, അതിൻ്റെ ബാക്കി കേസിനെ കുറിച്ച് എനിക്കറിയില്ല. ഏതായാലും അതും ഒരു രസകരമായ ഒരു തീരുമാനമായിട്ട് മാറി. അദ്ദേഹത്തിൻ്റെ അണ്ടർവെയർ കേസ് ഇപ്പോൾ പൊങ്ങി വന്നേക്കാണ്.